നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ, മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് നിന്ന് അരങ്ങേറിയ ഒരു വലിയ ആരോപണമാണ് വോട്ട് നേടാൻ നോട്ട് കൊടുക്കുന്ന ആരോപണം. നമുക്കറിയാവുന്ന പോലെ തന്നെ പാലക്കാട് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വോട്ടർമാർക്ക് പണം നൽകി വോട്ട് മേടിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ നിർണായകമായ പ്രതികരണങ്ങൾ, വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായി. ഇത് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ വലിയ പ്രതീക്ഷയോടെയാണ് പാലക്കാട് വിജയിക്കും, BJP വിജയിക്കുമെന്ന പ്രതീക്ഷയോടെ ആയിരിക്കുകയാണ്. ഇപ്പോൾ ജയിച്ചാൽ ഈ ഒരു ആരോപണം ശോഭയ്ക്ക് തിരിച്ചടിയാകുമോ, കുരുക്കാകുമോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. പാലക്കാട് നിന്നും ശോഭാ സുരേന്ദ്രൻ ജയിക്കുകയാണെങ്കിൽ, അവിടെ നിന്നും MLA ആവുകയാണെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അയോഗ്യതയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുമോ എന്ന ചോദ്യവും കൂടി നിലവിൽ ഉയരുന്നുണ്ട്. എന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം കഴിഞ്ഞ് നിശബ്ദ പ്രചാരണം നടക്കുന്നതിനിടെയുണ്ടായ സംഭവ വികാസങ്ങൾ, പണമിടപാട് ആരോപണം, ഇതിലൊക്കെ ശോഭാ സുരേന്ദ്രൻ മറുപടി നൽകിയിരുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെയും പാലക്കാട്ടെ വോട്ടർമാരെയും അപമാനിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ചില മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ എതിരാളികളുടെയും നടക്കുന്നതെന്നാണ് ശോഭയുടെ ആരോപണം. കണ്ണാടിയിൽ BJP പ്രവർത്തകർ പണം വിതരണം ചെയ്തു എന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. പിരായിരി പഞ്ചായത്തിലെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഒരു ക്യാൻസർ രോഗിയും കുടുംബത്തെയും കാണാൻ പോയതിനെയാണ് പണം നൽകാനായി എത്തിയതെന്ന രീതിയിൽ ചിലർ വളച്ചൊടിച്ചതെന്നും ശോഭാ സുരേന്ദ്രൻ വിശദീകരിച്ചു. ഈ സംഭവത്തിന് പിന്നിൽ കൃത്യമായ തിരക്കഥയുണ്ടെന്നാണ് ശോഭയുടെ പ്രധാന വാദം. തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം ഉറപ്പായപ്പോൾ അത് സഹിക്കാൻ കഴിയാത്തവരാണ് ഇത്തരം ഒരു വിവാദം സൃഷ്ടിച്ചതെന്നും 10ാമത്തെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന തനിക്ക് ചട്ടങ്ങൾ കൃത്യമായി അറിയാമെന്നും അവർ കൂട്ടിച്ചേർത്തു. തന്നോടും തന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രമീള എന്ന ഒരു സ്ത്രീയോടും തങ്ങളെ പിന്തുടരുന്ന ഒരു സംഘം യുവാക്കൾ അതീവ മോശമായി പെരുമാറി. തന്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയോട് ലൈംഗിക അധിക്ഷേപം നടത്തുന്ന രീതിയിലുള്ള ആംഗ്യങ്ങൾ ഒരു യുവാവ് 3 തവണ ആവർത്തിച്ചു. അത് കണ്ടപ്പോഴാണ് താൻ കാർ നിർത്തി പുറത്തിറങ്ങിയത്. തങ്ങളെ പിന്തുടർന്ന കാറിലുണ്ടായിരുന്ന വ്യക്തി വിനേഷ് സർഗ എന്നയാളാണെന്നും ഇയാൾ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. ഒരു സഹകരണ സംഘത്തിലൂടെ 100 കണക്കിന് ആളുകളെ പറ്റിച്ച കേസിൽ പ്രതിയായ ഇയാൾ ഗുണ്ടകളെയും കയറ്റി തന്നെ അപമാനിക്കാനാണ് എത്തിയതെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. എന്തായാലും വലിയ വിവാദമായതാണ് ഈ വിഷയത്തിൽ. ഷാഫി പറമ്പിൽ MP അടക്കം പ്രതികരിച്ചിരുന്നു. ഇത്തരത്തിൽ ഒരു പണം കൊടുത്ത് അവിടുത്തെ വോട്ടർമാരെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ അവരുടെ വോട്ട് നേടാമെന്ന ചിന്ത വ്യാമോഹം മാത്രമാണ് എന്ന ഒരു വിമർശനമായിരുന്നു ഷാഫി പറമ്പിൽ MPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത്തരത്തിൽ BJP ഇപ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പാലക്കാട് വന്നു പോകുന്നുണ്ട്. എന്നിട്ടും BJPക്ക് പണം കൊടുത്ത് വോട്ട് നേടേണ്ട അവസ്ഥയാണ് പാലക്കാടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ആരോപണത്തിലും ഷാഫി പറമ്പിൽ ഒരു നിർണായക പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ആ പ്രതികരണത്തിലേക്ക് മറ്റ് വിശദാംശങ്ങളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. തൻ്റെ പേര് പറഞ്ഞ് ആരെങ്കിലും പീഡിപ്പിക്കാൻ ചെന്നാൽ പീഡിപ്പിക്കാൻ നിന്ന് കൊടുക്കുന്നവരല്ല കേരളത്തിലെ വനിതകളെ അത്തരത്തിൽ വില കുറച്ച് കാണരുത് എന്നായിരുന്നു ഷാഫിയുടെ മറുപടി. പാലക്കാട് നഗരസഭയിലെ മുൻ കൗൺസിലറാണ് പ്രക്ഷോഭിന്റെ പുറത്തു വന്ന ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ഇത്തരത്തിലൊരു മറുപടി ഷാഫി പറമ്പിൽ നൽകിയത്. അതായത് തൻ്റെ പേര് പറഞ്ഞ് ആരെങ്കിലും പീഡിപ്പിക്കാൻ വന്നാൽ പെണ്ണുങ്ങൾ നിന്നു കൊടുക്കുന്നില്ല, അത്തരം തരംതാഴ്ന്നവരല്ല നമ്മുടെ സ്ത്രീകൾ എന്ന രീതിയിലാണ് ഷാഫി പറമ്പിൽ MPയുടെ മറുപടി നൽകിയത്. കൂടുതൽ പ്രതികരിക്കാൻ ഷാഫി പറമ്പിൽ തയ്യാറായില്ല. ഷാഫി പറമ്പിലിന്റെ അടുത്ത അനുയായിയായിരുന്ന പ്രക്ഷോഭ് ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന ശബ്ദരേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അഴിമതി നടത്താൻ ഷാഫി പറമ്പിൽ തനിക്ക് പ്രേരണ നൽകി, എന്നാൽ തനിക്കതിൽ താല്പര്യമില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആ ശബ്ദരേഖയിലുള്ളത്. വിഷയത്തിൽ ഷാഫിയുടെ നിലപാട് മാധ്യമങ്ങൾ അന്വേഷിച്ചിരുന്നു. പക്ഷേ കൂടുതൽ പ്രതികരണത്തിന് ഷാഫി തയ്യാറായില്ല. ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ഷാഫി പറമ്പിൽ പറഞ്ഞത്. പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ നൽകിയ മറുപടി അത് കുറിക്കൊള്ളുന്ന മറുപടി തന്നെയായിരുന്നു. അതേസമയം പണം കൊടുത്ത് പാലക്കാടിനെ വാങ്ങാൻ കഴിയില്ലെന്ന് വടകര MP ഷാഫി പറമ്പിൽ പറഞ്ഞു. പാലക്കാട്ടെ ജനങ്ങൾ BJPയും അവരുടെ പൈസയും തള്ളിക്കളയും. BJP പരാജയം സമ്മതിച്ചുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വോട്ടർക്ക് പണം നൽകിയെന്ന ആരോപണത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മാറാത്തതിന് മാറുമെന്ന് പറഞ്ഞത് ഇതാണ്. രേഖാമൂലം പരാതി നൽകും. ശോഭാ സുരേന്ദ്രനെ അയോഗ്യയാക്കണമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി വന്ന് പ്രചാരണം നടത്തിയിടത്തും BJPക്ക് പണം നൽകേണ്ടി വരുന്നു. സ്ഥാനാർത്ഥി തന്നെ ഇത് നടപ്പാക്കിയത് ഗൗരവമേറിയ കാര്യമാണെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ജനങ്ങൾക്കും ജനാധിപത്യത്തിനും പുല്ലുവില കൽപ്പിക്കുകയാണ്. 3, 4, 5 വണ്ടിയിൽ വന്നാണ് സ്ഥാനാർത്ഥി തന്നെ വോട്ടർമാർക്ക് പണം നൽകിയത്. ഇതുകൊണ്ട് പാലക്കാടിനെ പിടിക്കാനാവുമെന്ന് കരുതുന്നത് വ്യാമോഹമാണ്. നേരായ മാർഗത്തിലൂടെ ജയിക്കാൻ കഴിയില്ല എന്നത് BJP അംഗീകരിക്കുകയാണ്. പാലക്കാട് മാറില്ല
എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി 5 അക്ക ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പിഷാരടിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും ആക്രമിക്കുന്നതും അദ്ദേഹം ജയിക്കുമെന്ന് എതിരാളികൾ ഭയപ്പെടുന്നതുകൊണ്ടാണ്. പിഷാരടി ഒരു മതേതര നിലപാടുള്ള സ്ഥാനാർത്ഥിയാണ്. ജനങ്ങൾ അദ്ദേഹത്തെ ഹൃദയത്തിലെത്തിയെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടും BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ വസ്തുതകളെ അംഗീകരിക്കാതെ ന്യായീകരിക്കുകയാണെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. തെറ്റായ നടപടികളെ ചോദ്യം ചെയ്യുന്നവർക്ക് നേരെ ആക്രോശിക്കുന്നത് രാഷ്ട്രീയ മര്യാദയല്ല. വസ്തുതകൾ ജനമധ്യത്തിൽ എത്തുമ്പോൾ പരിഭ്രാന്തരായി മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന് വെല്ലുവിളിയാണ്. ഇത്തരം പ്രസ്താവനകളും പെരുമാറ്റങ്ങളും കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായി വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർമാരെ സ്വാധീനിക്കാൻ പണമൊഴുക്കുന്നത് വ്യക്തമായ തെളിവുകളോടെയാണ് പുറത്തു വന്നത്. എന്നാൽ ഈ യാഥാർത്ഥ്യത്തെ നേരിടുന്നതിന് പകരം അനാവശ്യമായ നിഴൽ യുദ്ധം നടത്തി വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് BJP ശ്രമിക്കുന്നത്. മാധ്യമങ്ങളെ ഭയപ്പെടുത്തി നിശബ്ദരാക്കാമെന്നത് അവരുടെ വ്യാമോഹം മാത്രമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം UDFന് അനുകൂലമാണെന്നും വരുന്ന തിരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ജനവിധി അട്ടിമറിക്കാൻ പണം ഒഴുക്കുന്നവർക്ക് വോട്ടർമാർ തന്നെ തക്കതായ മറുപടി നൽകും. അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ പുറത്താക്കിയ പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് സി വത്സനുമായി തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലും പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പിലും യാതൊരു വസ്തുതയുമില്ല എന്നാണ് ഷാഫിയുടെ നിലപാട്. നാട്ടിൽ എന്ത് നടന്നാലും അതിലേക്ക് തന്റെ പേര് വലിച്ചിഴയ്ക്കുകയാണ്. എന്തെങ്കിലും തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് വി വത്സനെതിരെ അന്വേഷണം ഊർജിതമാണ്. കേസിലെ അതിജീവിതയുടെ രഹസ്യമൊഴി പാലക്കാട് മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തിയിരുന്നു. അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക ആവശ്യപ്രകാരമാണ് കോടതി നടപടി സ്വീകരിച്ചത്. ഇതോടെ പ്രതിക്കെതിരെയുള്ള നിയമക്കുരുക്ക് മുറുകുകയാണ്. പ്രശോഭിനെതിരായ തെളിവ് ശേഖരണത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഡിജിറ്റൽ തെളിവുകളാണ് പോലീസ് ശേഖരിക്കുന്നത്. ഫോൺ രേഖകൾ, സന്ദേശങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധന. ബലാത്സംഗം, SC/ST പീഡന നിരോധന നിയമം എന്നീ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതോടെ പ്രശോഭ് ഒളിവിൽ പോയിരിക്കുകയാണ്. പ്രതി കേരളം വിട്ടതായാണ് സൂചന. മുൻകൂർ ജാമ്യത്തിനായുള്ള ശ്രമങ്ങൾക്കിടയിലാണ് പ്രശോഭ് ഒളിവിൽ കഴിയുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം പാലക്കാട് സ്വദേശിയായ ദളിത് യുവതി മുഖ്യമന്ത്രിക്ക് ജില്ലാ പോലീസ് മേധാവിക്കുമാണ് പരാതി നൽകിയത്. ഷാഫി പറമ്പിൽ, രാഹുൽ മങ്കൂട്ടത്തിൽ തുടങ്ങിയ ഉന്നത നേതാക്കളുമായുള്ള തന്റെ അടുത്ത ബന്ധം പറഞ്ഞ് പ്രശോഭ് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി യുവതിയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. താമസ സ്ഥലത്തെത്തി പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ മൊഴി. സംഭവം രാഷ്ട്രീയമായി വലിയ ചർച്ചകൾക്കാണ് പാലക്കാട് വഴി തുറന്നിരിക്കുന്നത്. പ്രശോഭിന് കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം ഉയർത്തിക്കാട്ടി CPM ശക്തമായ പ്രചാരണം നടത്തുന്നു. വിവാദം കത്തിയതോടെ DCC നേതൃത്വം ഇടപെട്ട് പ്രശോഭിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ധാർമ്മികതയുണ്ടെങ്കിൽ കൗൺസിലർ സ്ഥാനം രാജിവെക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാട്. അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നും എന്നാൽ ഈ സംഭവം തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നുമായിരുന്നു രമേശ് പിഷാരടി പ്രതികരിച്ചത്. എന്തായാലും സംഭവം കത്തിക്കയറിയിരുന്നു. ഈ വിഷയത്തിലാണ് ഷാഫി പറമ്പിലിന്റെ നിർണായകമായ മറുപടി പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.